ലോകം വിറച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു ആയുധവിദ്യ. നമ്മുടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ ഇന്ത്യയുടെ കരുത്തുറയ്ക്കുന്ന പുതിയ പ്രതിരോധ തീർത്ഥം. റഷ്യയുടെ S-400 പോലും ഞെട്ടുന്ന തദ്ദേശീയ കരുത്ത് എന്താണെന്നറിയാമോ? ഒഡീഷ തീരത്ത് ചരിത്രം കുറിച്ച ആ അത്ഭുതം കാണാം. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് സാക്ഷ്യം വഹിച്ചത്. ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിറപ്പിക്കുന്ന ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമായ കുഷ അതിന്റെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. 400 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെല്ലാം ലക്ഷ്യം കാണും മുൻപ് ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ തദ്ദേശീയ കരുത്തിന് സാധിക്കും. റഷ്യ നൽകുന്ന S-400 മിസൈലുകളെ മാത്രം ആശ്രയിച്ചിരുന്ന രീതി മാറി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പ് കൂടിയാണിത്. ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ ഈ അതിമാരക പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെയും സൈനിക ശേഷിയെയും ഈ പുതിയ ആയുധം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മറ്റൊരു വലിയ കരുത്തുകൂടി എത്തിയിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും പോലുള്ള ശത്രു രാജ്യങ്ങൾ ഒന്ന് വിറയ്ക്കുന്ന രീതിയിലുള്ള കുഷ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ മിസൈൽ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് മുകളിലൂടെ വരുന്ന ഏത് വ്യോമ ഭീഷണിയെയും തുടച്ചു നീക്കാൻ വികസിപ്പിച്ചെടുത്ത ഒരു അതിമാരക കവചമാണ് കുഷ. ഇതൊരു ഉപരിതല വായു മിസൈൽ സംവിധാനമാണ്. അതായത് നമ്മൾ നിലത്തുനിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ദൂരപരിധിയാണ്. ഏകദേശം 400 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ശത്രുവിന്റെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും ലക്ഷ്യം കാണും മുൻപ് ആകാശത്ത് വെച്ച് തന്നെ അവയെ തകർത്ത് തരിപ്പണമാക്കാനും ഈ തദ്ദേശീയ കരുത്തിന് സാധിക്കും. ലോകത്ത് വളരെ ചുരുക്കം ചില വൻകിട രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്രയും ദീർഘദൂരമുള്ള മിസൈൽ സംവിധാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാനുള്ള സാങ്കേതിക കഴിവുള്ളൂ. ആ ഒരു ഉന്നത രാജ്യങ്ങളുടെ നിരയിലേക്ക് കുഷയുടെ വിജയത്തിലൂടെ ഇന്ത്യയും ഇപ്പോൾ അഭിമാനത്തോടെ ചുവടുവെച്ചിരിക്കുകയാണ്. ഈ മിസൈൽ കൃത്യമായി ആരെയാണ് ലക്ഷ്യമിടുന്നത്? എന്തൊക്കെ ഭീഷണികളെയാണ് ഇത് പ്രതിരോധിക്കുന്നത്? നോക്കാം. ഒന്നാമതായി ശത്രു യുദ്ധവിമാനങ്ങൾ. അതിർത്തി ലംഘിച്ച് നമ്മുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കയറാൻ നോക്കുന്ന ശത്രുവിന്റെ ഏത് അത്യാധുനിക യുദ്ധവിമാനത്തെയും ഇത് വെടിവെച്ചിടും. രണ്ടാമതായി സ്റ്റെൽത്ത് വിമാനങ്ങൾ. റഡാറുകളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ കഴിവുള്ള ശത്രുവിന്റെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടെത്താനും നശിപ്പിക്കാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും. ശത്രു അയക്കുന്ന മിസൈലുകൾ നമ്മുടെ നഗരങ്ങളെയോ സൈനിക താവളങ്ങളെയോ തൊടുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ അവയെ തടഞ്ഞു നിർത്തി തകർക്കാൻ ഇതിനാകും. ഡ്രോണുകൾ. ഇന്നത്തെ കാലത്തെ ആധുനിക യുദ്ധമുറകളിൽ വലിയ തലവേദനയായ ഡ്രോൺ ആക്രമണങ്ങളെയും ഈ സംവിധാനം വഴി നിഷ്പ്രയാസം പ്രതിരോധിക്കാം. അതായത് വ്യത്യസ്ത ഉയരങ്ങളിലും ദൂരങ്ങളിലും വരുന്ന എല്ലാത്തര വ്യോമ ഭീഷണികളെയും ഒരേപോലെ നേരിടാൻ കുഷ സജ്ജമാണ്. ഈ വലിയ നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിയത് എങ്ങനെയാണ്? ഒഡീഷ തീരത്തുള്ള പ്രശസ്തമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വെച്ചായിരുന്നു കുഷ മിസൈലിന്റെ ആദ്യ വിജയകരമായ പറക്കൽ പരീക്ഷണം നടന്നത്. പരീക്ഷണ വേളയിൽ DRDO ശാസ്ത്രജ്ഞർ മിസൈലിന്റെ എല്ലാ പ്രധാന പാരാമീറ്ററുകളും കൃത്യമായി വിലയിരുത്തി നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം പ്രവർത്തിച്ചതെന്ന് പ്രാഥമിക ഡാറ്റയും വ്യക്തമാക്കി. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച DRDOയും ആയുധ സേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലെ മറ്റൊരു വലിയ നാഴികക്കല്ലാണിത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തുണ്ടാക്കുന്ന മാറ്റം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇതുവരെ നമ്മുടെ വ്യോമ പ്രതിരോധത്തിന് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റഷ്യ നൽകുന്ന S-400 മിസൈൽ സംവിധാനങ്ങളെയാണ്. S-400 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണെങ്കിൽ തർക്കമില്ല. എങ്കിലും വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ പ്രതിരോധ രംഗത്ത് സുരക്ഷിതമല്ല. ഇവിടെയാണ് കുഷ് പദ്ധതിയുടെ പ്രാധാന്യം. നമ്മുടേതായ സ്വന്തം സാങ്കേതിക വിദ്യയിൽ തദ്ദേശീയമായി ഇത്തരം വലിയ മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുമ്പോൾ ഇന്ത്യ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. അതായത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയാണിത്. ചൈനയും പാകിസ്ഥാനും അതിർത്തികളിൽ നിരന്തരം വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നമ്മുടെ സ്വന്തം കാവൽ വഴിയായി കുഷ മാറുന്നു എന്നത് രാജ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല.
രാജ്യത്തിന്റെ സുപ്രധാന സൈനിക താവളങ്ങളും തന്ത്രപ്രധാനമായ ആസ്തികളും ഇനി പൂർണ്ണ സുരക്ഷിതത്തിലായിരിക്കും. ദീർഘദൂര വ്യോമ ഭീഷണികളെ ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് സമയബന്ധിതമായി കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ഈ കഴിവ് ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് ഇരട്ടിയാക്കിയിരിക്കുകയാണ്. പൂർണ്ണമായും പ്രധാനമന്ത്രി കൊണ്ടുവന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ എന്നൊരു ആശയത്തെയാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും സെൻസിറ്റീവ് മേഖലകളും ഇനി പൂർണ്ണ സുരക്ഷിതത്തിലായിരിക്കും. ഇനി ഈ മിസൈലിന്റെ വിജയം എന്നത് ഒറ്റപ്പെട്ട ഒന്നല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുണ്ടായിരുന്ന പരമ്പരാഗത രീതികൾ പൂർണ്ണമായും മാറിമറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യത്ത് നിന്ന് നിർമ്മിക്കുന്ന രാജ്യത്തേക്ക്. പണ്ടൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടികൾ മുടക്കി ആയുധങ്ങൾ വാങ്ങിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം കുതിക്കുകയാണ്. DRDOയും പൊതു സ്വകാര്യ വ്യവസായങ്ങളും ചേർന്ന് അത്യാധുനിക ആയുധങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കുകയാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 വിഭാഗങ്ങളും ഇന്ന് തദ്ദേശീയ സാങ്കേതിക വിദ്യയിലേക്ക് മാറിക്കഴിഞ്ഞു. നാവികസേനയ്ക്കായി നിർമ്മിച്ച INS വിക്രാന്ത് അടക്കമുള്ള വിമാനവാഹിനി കപ്പലുകളും വ്യോമസേനയുടെ അഭിമാനമായ തേജസ് യുദ്ധവിമാനങ്ങളും പ്രഖ്യാപിതമായി കഴിഞ്ഞ തേജസ് മാർക്ക് 2ഉം ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ബ്രഹ്മോസ് മുതൽ കയറ്റുമതി വരെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്കും മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്കും പിന്നാലെയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യ ഇന്ന് വലിയൊരു ആയുധ നിർമ്മാണ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് DRDO ഒഡീഷ തീരത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വെച്ച് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രൊജക്ട് കുഷ മിസൈൽ പരീക്ഷണം ലോക രാഷ്ട്രങ്ങൾ അമ്പരപ്പോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ നേട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇച്ഛാശക്തിയുടെയും ആത്മനിർഭർ ഭാരത് നയങ്ങളുടെയും ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയാണ്. പണ്ടൊക്കെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അത്യാധുനിക ആയുധങ്ങൾ തേടി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ത്യയുടെ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.